നമസ്കാരം രാജേന്ദ്രേട്ടാ. നമുക്ക് നമ്മുടെ അതിർത്തി നമുക്കറിയാം. നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ അതിർത്തി നിതാന്ത ജാഗ്രതയോടെ കാവൽ നിൽക്കുന്ന നമ്മുടെ സൈനികരെ കുറിച്ച്, അവരുടെ വീര കഥകളെ കുറിച്ചൊക്കെ നമ്മൾ അഭിമാനപൂർവ്വം കേൾക്കുന്നതാണ്. അവരുടെ വീരമരണം നമ്മൾ വലിയ വലിയ അഭിമാനത്തോടെയാണ് നമ്മളത്. ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് ആ മരണം എന്ന് പറയുന്നത് സങ്കടകരമാണെങ്കിൽ, യഥാർത്ഥത്തിൽ നമ്മുടെ സൈനികരുടെ വിടവാങ്ങൽ പോലും നമ്മൾ വലിയ ആദരവർപ്പിച്ചുകൊണ്ടാണ് നമ്മളത് കാണുന്നത്. നമുക്കത് വലിയ അഭിമാനമാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ അഭിമാനകരമായ ഒരു നിമിഷം നമുക്ക് മുന്നിലേക്കൊരു വാർത്തയായിട്ട് വന്നിരിക്കുന്നു. ഈ വാർത്ത AI ആയിട്ട് ബന്ധപ്പെട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിർത്തിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞു. അപ്പോൾ റോബോട്ടിക് ഒരു സൈനികൻ, റോബോട്ടിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സൈനികനെ ഇന്ത്യൻ ഡിഫൻസ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ പേര് റോബോട്ടിക് മ്യൂൾ എന്നാണ്. മ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കഴുത എന്നാണ്. അപ്പൊ ഇവിടെ കോവർ കഴുതയെ ഭാരം ചുമക്കുന്ന കഴുതയാണ് കോവർ കഴുത എന്ന് പറയുന്നത്. അപ്പൊ അത് കുതിരയും കഴുതയും കൂടി ചേർന്നുണ്ടാകുന്നതാണ് സങ്കര സന്തതി എന്ന് പറയാം. പക്ഷെ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ഈ മ്യൂൾ എന്ന് പേരിട്ട്, ഈ റോബോട്ടിക് മ്യൂൾ എന്ന് പേരിട്ടെന്ന് നോക്കുമ്പോൾ, ഇന്ത്യയുടെ അതിർത്തി രക്ഷാതന്ത്രത്തിൽ ഒരു വലിയ അധ്യായമായിട്ട് മാറുന്ന ഈ മ്യൂളിൻ്റെ കാവൽ, അല്ലെങ്കിൽ അതിൻ്റെ ചുമലിൽ ഇന്ത്യയുടെ സുരക്ഷയുടെ ഭാരം കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നാണെന്ന് വരുമ്പോഴാണ് ഈ പേര് അന്വർത്ഥമാകുന്നത്. അപ്പോൾ അതിർത്തിയിൽ ഇതിന് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് 4 കാലം ഞാൻ എൻ്റെ വീഡിയോ കണ്ടിരുന്നു. അത് ഭയങ്കര രസകരമായിട്ടുള്ള കമാൻഡിങ് ഒക്കെ വെച്ചിട്ട് വരെ നൂഴുന്ന, എവിടെയും കയറുന്ന, എവിടെയും എത്താൻ പറ്റുന്ന ഒരു സംഗതിയായിട്ടാണ് അത് ഉള്ളത്. പാകിസ്ഥാന്റെ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ, LOC അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാ നുഴഞ്ഞുകയറ്റ പ്രവർത്തനങ്ങളെയും അത് തടഞ്ഞുകൊണ്ട് കാര്യക്ഷമമാക്കി ജീവന്റെ നാശത്തെ, നമ്മളെ പട്ടാളക്കാരുടെ നാശത്തെ തടയാൻ, കുറയ്ക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒരു കാവലാളായിട്ട്, ഒരു സഹായിയായിട്ട്, മുൻനിര പോരാളിയായിട്ട് ഇത് മാറിയിരിക്കുന്നു. ഈ റോബോട്ടിക് മ്യൂളിനെ കുറിച്ച്, ഇതിന്റെ കാവലിനെ കുറിച്ച് ഒരു ഇന്ത്യൻ എന്ന നിലയ്ക്ക്, ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ചേട്ടൻ എന്താണ് കരുതുന്നത്? ബിഗ് സല്യൂട്ട്. കാരണം കഴുതയ്ക്ക് നമ്മൾ സല്യൂട്ട് കൊടുക്കുക. കഴുത എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്ത ഒരു ജീവിയാണ് എന്നാണ് നമ്മുടെ ഇതപര്യന്തമുള്ള ധാരണ. കഴുതയ്ക്ക് ബുദ്ധിജീവിയാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു മ്യൂളിനെയാണ് നമ്മുടെ ഇന്ത്യയുടെ AI സംവിധാനം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് ആ കഴുതകൾക്കുള്ള ദുഷ്പേര്. ഇനിയെങ്കിലും കഴുതയെ വെറും കഴുതയായിട്ട് നമ്മളിനി കരുതാൻ പാടില്ല. ഈ കഴുതയല്ല ഇതിന് പേരിട്ടിരിക്കുന്നത് മ്യൂൾ എന്നാണ്. മ്യൂൾ എന്ന് പറയുന്നത് താങ്കൾ ശരിക്കും പറഞ്ഞതുപോലെ കുതിരയുടെയും അതുപോലെ കഴുതയുടെയും ചേർന്നിട്ടുള്ള ഒരു സങ്കര സന്ധതിയാണ്. ഈ മ്യൂളിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ആ മ്യൂൾ ഉണ്ടായി കഴിഞ്ഞ് പിന്നെ അതിന് സന്താനങ്ങൾ ഉണ്ടാവുകയില്ല. അതോടുകൂടി ആ ജനറേഷൻ അങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് ആ ബ്രീഡിംഗ് എന്ന് പറയുന്ന സെയിം സ്പീഷീസിലുള്ളതോ അല്ലെങ്കിൽ ജനറലിലുള്ളതോ ജീവികൾ തമ്മിലേ പാടുള്ളൂ. അല്ലാതെ വന്ന ബന്ധങ്ങൾ ഈ തരത്തിൽ അത് ഡെഡ് എൻഡിലേക്ക് പോകും. അത് ഇന്റൻഷനോട് കൂടി അവരെ ഉൽപ്പാദിപ്പിക്കുന്നതാണോ അത് സംഭവിക്കുന്നതാണോ? അത് ആ പ്രകൃതിയുടെ ഒരു നിയമമാണ്. കാരണം സെയിം സ്പീഷീസ് തമ്മിലുള്ള ഒരു ഇണച്ചേർച്ചയാണ് നടക്കേണ്ടത് എന്നുള്ള പ്രകൃതി നിയമം. അത് തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു സന്താനം ഉണ്ടാവും, ആ സന്താനത്തിൽ അതിന്റെ തലമുറകൾ അവസാനിക്കുകയും ചെയ്യും. അതാണ് ചെയ്യുന്നത്. രണ്ടും കണക്റ്റഡ് സ്പീഷീസ് ആണ്. അതുകൊണ്ടാണ് ഒരേ ക്ലാസ്സിൽപ്പെട്ട ജീവികളായതുകൊണ്ടാണ് ഇണചേരാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അതും ഇണചേരലിന് ഒരു ഫലവും ഉണ്ടാവില്ല. അങ്ങനെയാണ് പ്രകൃതിയുടെ നിയമം, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമം, എന്തു ആയിക്കോട്ടെ. ഇവിടെ നമ്മൾ തെളിയിച്ചിരിക്കുന്ന ഇതിന് മ്യൂളിന് പേര് കിട്ടാൻ കാര്യം, ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ബാറ്ററി സ്റ്റോറേജ് കൊണ്ടുള്ള പവറും ഉണ്ട്. അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള പവറും ഉണ്ട്. ഹൈബ്രിഡ്. അതുകൊണ്ടാണ് ഈ ഹൈബ്രിഡ് എനർജി സോഴ്സ് ഉള്ളത് കൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു നേട്ടം ഇതിൻ്റെതെന്ന് പറയുന്നത്, നമ്മുടെ അതിർത്തി മുഴുവൻ മലനിരകളാണ്. വളരെ ദുർഗമമായിട്ടുള്ള ഹില്ലി ടെറൈനാണ്. അവിടുത്തെ കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ചങ്ക് ഉറഞ്ഞു മഞ്ഞായിട്ട് വീറും. സബ്-0 ഡിഗ്രി, 70 ഡിഗ്രി, -70 ഡിഗ്രി ഒക്കെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ. നമുക്കിവിടെ 24 വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? AC വെച്ച് 24 വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 30-ന് താഴോട്ട് പോകുമ്പോൾ ഓരോ താഴ്ചയും നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നത് കൂടുതലാണ്. ആ സബ്-0യിലാണ് അവർ കിടക്കുന്നത്. തണുത്തു പോകുന്ന ആ ഹില്ലി ടെറൈനിൽ അവർ കിടക്കുകയാണ്. അവിടെ നമ്മുടെ കാവലാളുകളായിട്ട് കിടന്ന് അനുഭവിക്കുകയാണ്. അങ്ങനെ ഒന്നാണ് അക്സൈച്ചിൻ. അതുപോലെ തന്നെ കാർഗിൽ എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒരു യുദ്ധം ഉണ്ടായപ്പോൾ നമുക്കറിയാം.
യുദ്ധമുണ്ടായപ്പോൾ തന്ത്രപരമായിട്ട് പാകിസ്ഥാൻകാർ വന്നിട്ട് മുകളിൽ നിലകൊള്ളുന്ന ആൾക്കാരാണ് എപ്പോഴും അഡ്വാൻറ്റേജ്. അവർ മുകളിൽ വന്ന് നിന്നു, തുരുതുരെ അങ്ങോട്ട് വെടിവെച്ചു. തുരി എന്ന് പറയുമ്പോൾ താഴെ നിൽക്കുന്ന ആൾക്കാരും തീരെ താഴെയല്ല. അപ്പോൾ ശവങ്ങളും കൊണ്ട് പോകാനായിട്ട് ഇന്ത്യക്കാർക്ക് ഏർപ്പെട്ട ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അവരെ ആക്രമിക്കാനായിട്ട് ഇവരുടെ ഈ കവചങ്ങളും ഒക്കെ ആയിട്ട് ഷീൽഡുകളും ഒക്കെ ആയിട്ട് പോകേണ്ടി വരുമ്പോൾ ഹെവി ആയിട്ടുള്ള ആർമറും ഒക്കെ ആയിട്ട് സഞ്ചരിക്കാനുള്ള തോക്കുകളും അവസാനിക്കാൻ പോവാ. ഇത് കൂടാതെ അതാണ് അതിന്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഓക്സിജൻ സിലിണ്ടറുകൾ, കാരണം ഓക്സിജൻ കിട്ടില്ല അവിടെ, ശ്വാസം മുട്ടി മരിച്ചു പോകും. അതുമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവർ വീണ്ടും വീണ്ടും വെടിവെക്കുകയാണ്. ഈ വെടിവെക്കലിനും എല്ലാം ഇതാ അറുതി വന്നിരിക്കുന്നു. എങ്ങനെയെന്നാൽ മ്യൂൾ പറയും, നീ ഇപ്പൊ പോവരുത്, നീ തന്ത്രപരമായിട്ട് പിൻവാങ്ങ്, അത് കഴിയുമ്പോൾ ഞാൻ പറയുന്ന കമാൻഡ് കൊടുക്കും, ഞാൻ പറയുന്ന സമയത്ത് നീ പോയാൽ മതി എന്ന് പറയും. അങ്ങനെ അവൻ പിൻവാങ്ങും. തന്ത്രപരമായിട്ട് അവിടെ നിന്ന് ഒരു എതിർപ്പും വരാത്ത സമയം ഏതാണെന്ന് മ്യൂളിന് അറിയാം. മ്യൂൾ എന്നാൽ കഴുതയല്ല, അത് ബുദ്ധിയുള്ള ജീവിയാണ്. 1000 കുതിരശക്തിയുള്ള. അവര് രാത്രികാലങ്ങളിൽ കാഴ്ചക്ക്, ഈ വാർത്താക്കുറിപ്പ് പറയുന്നത് കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ മോഷൻ ഡിറ്റക്ഷൻ നടത്തും. മോഷൻ കാഴ്ചകൾ ഡിറ്റക്ഷൻ നടത്തും. അതായത് അവൻ പൂച്ചയുമാണ് മനുഷ്യനുമാണ്. പകൽ അവന് കണ്ണ് കാണും മനുഷ്യനെ പോലെ, രാത്രി പൂച്ചയെ പോലെ അവന് കണ്ണ് കാണും. ചെറു ചലനങ്ങൾ പോലും വ്യക്തിയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തിരിച്ചറിയും, സെൻസ് ചെയ്യും. അതെല്ലാം സെൻസ് ചെയ്യാനുള്ള സെൻസറുകൾ. എന്നിട്ട് ഉടനെ തന്നെ എന്താ ചെയ്യുന്നത്, നമ്മുടെ മനുഷ്യരായ സൈനികർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് അപ്പൊ തന്നെ മുന്നറിയിപ്പ് അലർട്ട് കൊടുക്കും, തയ്യാറായിക്കൊള്ളൂ. അപ്പം മഞ്ഞും അങ്ങ് പറഞ്ഞ പോലെ മഞ്ഞും പാറക്കെട്ടുകളും അതിലൂടെ റോബോട്ടിക് മ്യൂള് നിഷ്പ്രയാസം സഞ്ചരിക്കും. ഭയങ്കര ബാലൻസിംഗ് ആണ് ഇവരുള്ളത്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഇൻപുട്ട് പറയാം. അതായത് ഈ പഹൽഗാം മലനിരകളിലേക്ക് ഒരു കാറും പോകില്ല, ഒരു വാഹനവും പോകില്ല. ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. മനുഷ്യന് പോലും സഞ്ചരിക്കാൻ പറ്റും. നമ്മുടെ കാൽ വഴുതി വീഴും, നമ്മൾ തെരഞ്ഞെടുത്തിരിക്കും. യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോയത്. ഞാനും പോയിട്ടുണ്ട്. അറിയാണ്, കുതിരപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കുതിര ഈസി ആയിട്ട് അവിടെ കുതിരയല്ല, അവിടെയും കുതിരയല്ല ശരിക്കും, ചെറിയ ഭാരം കുറഞ്ഞ ഈ സങ്കരമായിട്ടുള്ള ഈ മ്യൂള് കഴുതകൾ, അതിന്റെ പുറത്ത് കയറി പോയി കഴിഞ്ഞാൽ അവന് ഈസി ആയിട്ട് ഈ ഭാരവും വെച്ചുകൊണ്ട് അവന് കാലൊരിക്കലും വഴുതില്ല. അവൻ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് പോകും. അതുപോലെ കൂടി അതുപോലെ ഒരു ജീവിയാണ് ഇവൻ. ഓക്സിജൻ വേണ്ട, ഇവന്റെ കാലുകൾ ഒരിക്കലും തെറ്റില്ല, അവൻ 4 കാലുകളും സുരക്ഷിതമായി വെച്ചുകൊണ്ട് ബാലൻസ്ഡ് ആണ്. കാരണം അവന് ബുദ്ധിയുണ്ട്, നമ്മളെക്കാളും ബുദ്ധി. നമ്മൾ കൊടുത്ത നമ്മളെക്കാളും വലിയ ബുദ്ധിയായിട്ട് അവനത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഇന്ത്യയുടെ രക്ഷകനായിട്ട് അവിടെ വരികയാണ്. ഇത് വരുന്നതോടുകൂടി നമ്മൾ, എനിക്ക് തോന്നുന്നു, അതിർത്തി യുദ്ധത്തിൽ, പ്രത്യേകിച്ച് കരയുദ്ധത്തിൽ വലിയൊരു അച്ചീവ്മെന്റ് നടത്തിയിരിക്കുക. അതുപോലെ തന്നെ ഡ്രോണുകൾ എപ്പോൾ പറപ്പിക്കണമെന്ന് അവൻ കമാൻഡ് കൊടുക്കും. അവന്റെ ഡ്രോണുകൾ ഇങ്ങോട്ട് വന്നാൽ അപകടകരമാണ്, വരുന്നുണ്ടെന്ന് അവൻ മുൻകൂട്ടി പറയും. ഇതെല്ലാം സെൻസ് ചെയ്യാനുള്ള അവന്റെ കളികളൊന്നും ഇനി നടക്കാൻ പറ്റാത്ത തരത്തിൽ. ട്രോജൻ കുതിര നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. ട്രോജൻ കുതിര യുദ്ധത്തിൽ പിന്നെ ഗ്രീസിനോട്, അതെ, മറ്റേ രാജ്യത്തിന്, ക്രീറ്റ്, അത് അങ്ങനെ ഒരു രാജ്യത്തിന് ജയിക്കാൻ പറ്റി സഹായിച്ചത് ഈ ട്രോജൻ കുതിരയാണ്. ഈ കുതിര അങ്ങോട്ട് ചെന്ന് അവിടെ നിന്നു. കുതിരയാണല്ലോ, നമ്മളെന്ത് പേടിക്കാനെന്നും പറഞ്ഞ് അവര് നിന്നു. അതിനുള്ളിൽ നിന്ന് പട്ടാളക്കാർ ഇങ്ങോട്ട് ഇറങ്ങി തുരിതരെ അന്ന് തോക്കൊന്നുമില്ല, ആക്രമണം അങ്ങോട്ട് നടത്തി. എന്ന് പറഞ്ഞ പോലെ ഒരു ഗെയിം ചേഞ്ചറാണ്. ഗെയിം ചേഞ്ചറാന്ന് പറയാൻ കാരണം എന്താ പറയാ, ഈ റോബോട്ടിക് മ്യൂളിനെ ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കുന്നത് വെച്ചാൽ നമ്മുടെ മൈനുകള്, സ്നൈപ്പർ ആക്രമണങ്ങള്, കഠിനമായ താപനില, ഇതൊക്കെ നമ്മുടെ പട്ടാളക്കാർക്ക് വലിയ ഭീഷണിയാണ്. അതൊക്കെയാണ് ഇനി മാറാൻ പോകുന്നത്. അപ്പൊ മനുഷ്യരെ അപകടത്തിൽ ഒട്ടുമാക്കാതെ മുൻനിരയിൽ പട്രോളിംഗ് നടത്താൻ ഇവൻ ഉണ്ടാവും ഇനി. അപ്പോൾ അത് മാത്രമല്ല, സ്വയം സഞ്ചരിക്കും ഈ പാതകളിലൂടെ, ലൈവ് വീഡിയോ കൊടുക്കും, ഡാറ്റ കൊടുക്കും, പോയി അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ആളുകളില്ലാതെ അവിടെ പോയി അതൊക്കെ നുഴഞ്ഞു കയറി അവിടെ പോയിട്ട് വിവരങ്ങൾ കൊടുക്കും. ഇത് നുഴഞ്ഞു കയറി കൊടുക്കുന്നത് മാത്രമല്ല, ഇത് തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കുന്നതോട് കൂടി അവിടെ അപകട സാധ്യതയോടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഇതിനെ സ്വയം നശിപ്പിക്കാതെ അത് തിരിച്ചു മടങ്ങും, എന്നിട്ട് പിന്നെ ഊഴമിട്ട് നിൽക്കും. അപ്പോൾ സാങ്കേതിക സവിശേഷതകൾ ഒരുപാടാണ്. നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ഓപ്പറേറ്റഡ് ഹൈബ്രിഡ് എനർജി സിസ്റ്റം ആണ്. താങ്കൾ പറഞ്ഞത് മനസ്സിലാക്കുന്നത്, ഇവന് ലോജിസ്റ്റിക് സപ്പോർട്ടിനപ്പുറം ഇവന് ഇന്റലിജൻസിന്റെ ചേർന്നിട്ടുള്ള ഒന്നാണ്. ഇന്റലിജൻസ് ആണ് ഇവന്റെ ഏറ്റവും സൂപ്പർ മ്യൂളാണ്. അപ്പൊ ഇത് ഈ ബാറ്ററി സിസ്റ്റം, ഓപ്പറേറ്റഡ് സിസ്റ്റം അതിഗംഭീരമാണ്. പിന്നെ പ്രതിരോധ, ഈ മഴയും മഞ്ഞും
പൊടികളും എല്ലാത്തിനും പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ബോഡി ഡിസൈനിങ്. അപ്പം അതിൻ്റെ കമാൻഡ് റെസ്പോൺസ് സിസ്റ്റം അധിഷ്ഠിതമാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിക്കും. കൃത്യമായ നാവിഗേഷൻ ഉണ്ട്, GPS കണക്ടിവിറ്റി ഉണ്ട്, ഭൂപ്രദേശങ്ങൾ അടയാളങ്ങൾ മാപ്പിംഗ് കറക്റ്റ് ആയിരിക്കും. അപകടങ്ങളിൽ തിരികെ വരാനുള്ള റിട്ടേൺ ഫീച്ചർ ഉണ്ട്. സൈനികരോടൊപ്പം പട്രോളിംഗ് നടത്താനുള്ള കോർഡിനേഷൻ മോഡും ഉണ്ട്. വരൂ എന്ന് പറഞ്ഞ് മുന്നിൽ നിന്നുകൊണ്ട് അവരങ്ങനെ ഒരുമിച്ച് പോകും. ആവേശം പകർന്നുകൊണ്ട്, സൈനികർക്ക് ആവേശം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഇതുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും മനുഷ്യ സൈനികരുടെ അപകടഭാരം കുറയ്ക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്തിലാണ് നമ്മളിത് വരുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ കണക്കുകളൊന്ന് നോക്കിയാലേ നമ്മുടെ പ്രതിരോധ ബജറ്റ് ഏകദേശം 6,81,210 കോടി രൂപയാണ്, ലക്ഷം കോടി രൂപയാണ് 25-26 ഏതാണ്ട് $78 ബില്യൺ അമേരിക്കൻ ഡോളർ വരും. അപ്പൊ നമ്മുടെ GDPയുടെ ഏകദേശം 1.9% ഈ തുക വരുന്നത്. ഈ തുകയിൽ രാജ്യത്തിന്റെ പ്രതിരോധ ചെലവുകൾ, പരിക്ക് പറ്റിയ പട്ടാളക്കാരുടെ റീഹാബിലിറ്റേഷൻ, അത് മറ്റു കാര്യങ്ങൾ, അവരുടെ ഇൻഷുറൻസ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ കുറെ പരിക്ക് പറ്റുമ്പോഴാണല്ലോ ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ വേണ്ടത്. അതിന് ട്രാൻസ്പോർട്ടിങ്, മുഴുവൻ കാര്യങ്ങളുണ്ട്. അപ്പം ചികിത്സകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയാൻ പോവുകയാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. പഹൽഗാമല്ല, നമ്മുടെ കാർഗിൽ യുദ്ധ സമയത്ത് അവർ അഭിമുഖീകരിച്ച ഒരു വലിയ പ്രശ്നം, അവരിങ്ങനെ തുരുതുരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വെടിവെച്ചത് ഒഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചു വെടിവെക്കുന്നത്. ഇങ്ങനെ വെടിവെച്ച കൂട്ടത്തിൽ അവർക്കാണ് അഡ്വാൻറ്റേജ്, മുകളിൽ നിന്നാണ്. വെടിവെച്ച കൂട്ടത്തിൽ നമ്മുടെ സൈനികൻ മരിച്ചു. ഈ സൈനികൻ മരിച്ചു കഴിഞ്ഞാൽ അവിടെ കളഞ്ഞിട്ട് പോകല്ല പട്ടാളക്കാർ. അവനെ തുരുതുരെ വെടിവെച്ച ഒരു ഡിഫൻസ് സൃഷ്ടിച്ചുകൊണ്ട് അവനെയും ചുമന്നുകൊണ്ട് പിന്നെയും കുറെ താഴോട്ട് വരണം നമ്മുടെ ബേസ് ക്യാമ്പിലെത്താൻ. അവനെയും ചുമന്നുകൊണ്ട് വരും. കാരണം അവൻ്റെ ഈ കവചങ്ങളും എല്ലാം കൂടി നല്ല വെയിറ്റ് ഉണ്ട്. ഇവർ നല്ല ഭാരമാണ് താങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആയുധങ്ങൾ ഉൾപ്പെടെ, ഓക്സിജൻ നൽകാനുള്ള സപ്ലൈക്കുള്ള ഉപകരണം ഉൾപ്പെടെ വലിയ ഭാരമായിട്ട് നിൽക്കുന്ന ആൾക്ക്. പക്ഷെ സ്നേഹം കൊണ്ട്, സാധാരണഗതിയിൽ മറ്റേയാളെ പൊക്കിയെടുക്കാൻ പറ്റില്ല, പക്ഷെ സ്നേഹം കൊണ്ട് പൊക്കിയെടുത്ത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പാകിസ്ഥാൻ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹില്ലി ടെറൈൻ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്ന ഒരു ടെറൈൻ അല്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ അവൻ കഷ്ടപ്പെട്ടുകൊണ്ട് താഴെ വന്ന് ഡോക്ടർമാരുടെ അടുത്ത് ഇതിനെ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ വെടികൊണ്ടു, ഇയാളും ആശുപത്രിയിലായി, പാകിസ്ഥാൻ പട്ടാളക്കാരൻ്റെ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എങ്ങനെ? അങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകും. അപ്പൊ ഇങ്ങനെയുള്ള ദുർമരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇപ്പം ഇതിന്റെ ഒരു ഭാവി സാധ്യതകൾ തന്നെ നോക്കിയാൽ ഇതിനകത്ത് ലക്ഷ്യമിടുന്നത് ഈ റോബോട്ടിക് സ്നൈപ്പർ യൂണിറ്റുകൾ നമ്മൾ ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്നു. റോബോട്ടിക് നിയന്ത്രിത സ്നൈപ്പർ യൂണിറ്റുകൾ, അതുപോലെ ഒരു ഓട്ടോമാറ്റഡ് ബോംബ് ഡിസ്പോസൽ യൂണിറ്റുകളുണ്ട്. ബോംബിനെ ഡിസ്പോസ് ചെയ്യുന്ന, നിർവീര്യമാക്കുന്ന മൈൻസ്, ഓട്ടോമേഷനാണ് ഇതെല്ലാം. ഡ്രോൺ സപ്പോർട്ട് യൂണിറ്റുകൾ, എയുടെ സപ്പോർട്ടോട് ഡ്രോൺ സപ്പോർട്ട് യൂണിറ്റുകൾ. ആ യൂണിറ്റാണ് നിയന്ത്രിക്കുന്നത് ഈ ഇങ്ങനെ പോകുമ്പോൾ. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ, എടുക്കുമ്പോഴൊന്ന്, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1 കോടി. ഇതുപോലത്തെ 1 മതി, അല്ലെങ്കിൽ 10,000 1000 മതി. അത് 1 കോടി കൊണ്ടതുപോലെയാണ് എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ മണ്ണിലാണെങ്കിലും ഏത് ശത്രു രാജ്യമാണെങ്കിലും. അപ്പം ഈ ഭാവിയിൽ വരാൻ പോകുന്ന ഈ റോബോട്ടിക് സ്നൈപ്പർ യൂണിറ്റുകളെയും ഓട്ടോമേറ്റഡ് ബോംബ് ഡിസ്പോസൽ യൂണിറ്റുകളെയും ഡ്രോൺ സപ്പോർട്ട് യൂണിറ്റുകളുടെയും ഒരു ബിഗിനിങ് രൂപമായിട്ട് ഇതിനെ കാണണം. ഇനി അടുത്ത ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇന്ത്യയെ ലോകത്തിലെ മുൻനിര റോബോട്ടിക് ഡിഫൻസ് ഇന്നവേഷൻ സേനകളിൽ ഒന്നാക്കി മാറ്റാനുള്ള ഈ ശ്രമം എന്ന് പറയുന്നത്, അതിന്റെ മുൻനിര പോരാളിയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ റോബോട്ടിക് മ്യൂളിന്റെ കാവലിൽ ഇന്ത്യ സുരക്ഷിതമാകുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. തീർച്ചയായിട്ടും കഴുത ഇനിയും ഒരു പരിഹാസപാത്രമല്ല, ഒരു അഭിമാന ഭാജനമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.